നടത്താൻ നേതൃത്വം കൊടുത്ത കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഈ നാട്ടിലെ ഒരു എളിയ പൗരൻ എന്ന നിലയിൽ, ഇവിടുത്തെ എളിയ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്രയേറെ സഹോദരന്മാർ ആവേശപൂർവ്വം ഇവിടെ വന്നുകൊണ്ടുള്ളത് ജനങ്ങൾ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാനാണ്. നമ്മളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇരിക്കും, രാഷ്ട്രീയം പറയും, തർക്കിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നേ ഉള്ളൂ: ജനക്ഷേമം, നാടിൻ്റെ വികസനം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. ആ കാര്യത്തിൽ എല്ലാ കൈകളും ഒന്നിച്ച് കോർത്ത് പിടിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതും നമ്മുടെ ഭരണഘടനയാണ്. ഗാന്ധി നൽകിയ ഭരണഘടനയാണ്. ജവഹർലാൽ അടക്കമുള്ള മഹത്തുക്കൾ ആ സ്വാതന്ത്ര്യ പുലരിയിൽ ഏൽപ്പിച്ച അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജവഹർലാൽ പറഞ്ഞൊരു വാക്കുണ്ട്: ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അഭിമുഖവുമായി ഇന്ത്യ വിധിയെ അഭിമുഖീകരിക്കുകയാണ്. അന്ന് തുടങ്ങിയ വിധി ഇന്ന് 3/4 നൂറ്റാണ്ട് കഴിഞ്ഞു നിൽക്കുമ്പോഴും ആ ജനാധിപത്യം ശക്തിപ്പെടുകയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എൻ്റെ സഹോദരങ്ങൾക്കും, എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കും, ഏത് കൊടി പിടിച്ചവരാണെങ്കിലും, ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളാണെങ്കിലും അവരെ ഞാൻ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ, ഒരു കോട്ടക്കൽക്കാരൻ എന്ന നിലയിൽ, കോട്ടക്കലെ ചെറുപ്പത്തിൽ ചന്തക്ക് പോയിരുന്ന, വൈദ്യശാലയ്ക്ക് മുമ്പിലൂടെ നടന്നു പോയിരുന്ന ഒരു കൊച്ചു കുട്ടിയായിരുന്ന ഞാൻ, എൻ്റെ ആ ബാല്യകാല ഓർമ്മകളിൽ കണ്ട കോട്ടക്കലും അതിൻ്റെ കിനാവുകളും ഇന്ന് കൂടുതൽ ശക്തി പ്രാപിച്ച് എൻ്റെ കോട്ടക്കൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കോട്ടക്കൽ, നമ്മുടെ എല്ലാവരുടെയും കോട്ടക്കൽ, ആ കോട്ടക്കലിനെ കൂടുതൽ നന്മ നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് നയിക്കാൻ ഇന്ന് പ്രതിജ്ഞ ചെയ്ത സഹോദരങ്ങളായ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഗാന്ധിജിയുടെ ആ 2 വാക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞു: സമൂഹത്തിലെ ഏറ്റവും ബലഹീനനായവനെ ഓർക്കുക, ഏറ്റവും ബലം കെട്ടവനെ ഓർക്കുക, ഏറ്റവും പാവപ്പെട്ടവനെ ഓർക്കുക. അവനെ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഏത് തീരുമാനവും എടുക്കേണ്ടത്. ഇത് പറയാൻ ഗാന്ധിജിക്ക് മാത്രമേ കഴിയൂ. പാർലമെന്റ് തീരുമാനമെടുക്കുമ്പോൾ, മന്ത്രിസഭ തീരുമാനമെടുക്കുമ്പോൾ, സംസ്ഥാനത്ത് തീരുമാനമെടുക്കുമ്പോൾ, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കണ്ട ഏറ്റവും ബലഹീനനായ ബലം കെട്ട പാവപ്പെട്ടവനെ ഓർക്കൂ. അവന് ഗുണം ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ തീരുമാനം എന്നാണ് ഗാന്ധിജി പഠിപ്പിച്ചത്. രണ്ടാമത് ഗാന്ധിജി പറഞ്ഞ വാക്ക്: എന്ത് തീരുമാനമെടുക്കുമ്പോഴും വരിയിൽ നിൽക്കുന്ന ഒടുക്കത്തെ മനുഷ്യനെ ഓർക്കൂ. ദ ലാസ്റ്റ് മാൻ ഇൻ ദ ക്യൂ. വരിയിൽ അവസാനം നിൽക്കുന്നത് ഏറ്റവും ബലം കെട്ടവനാണ്. ബലമുള്ളവനൊക്കെ വരിയിൽ മുമ്പിലെത്തിക്കാണും. ഏറ്റവും പാവപ്പെട്ടവനാണ് വരിയിൽ അവസാനം നിൽക്കുന്നത്. അവനെ ഓർത്തുകൊണ്ട് തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞ ഗാന്ധി മഹാനുഭാവനെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ സംസാരിക്കും.